ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നാടൻ പലഹാരമാണ് കാണാൻ പോണത്. വളരെ രുചികരമായ ഈ പലഹാരം ഇത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു പലഹാരമാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ചെറുപയർ കൂട്ടാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ശർക്കര ഉരുക്കിയെടുക്കാം, ജീരകം, ഏലക്കായ, 2 സ്പൂൺ പഞ്ചസാര, ഇത് പൊടിക്കാനുള്ളതാണ് കേട്ടോ. ശർക്കര ഉരുക്കിയത് നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും വേറെ പാത്രത്തിലേക്ക് മാറ്റി അടുപ്പത്ത് വെക്കാം. ഈ പൊടിച്ച ജീരകം, പഞ്ചസാര, ഏലക്കായ അതിലേക്കിട്ട് ഒന്ന് നന്നായി മിക്സാക്കി കൊടുത്തതിന് ശേഷം അരമുറി നാളികേരമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം നാളികേരം ഇട്ടൊന്ന് നന്നായി മിക്സാക്കി കൊടുക്കാം. ഞാൻ ഇവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. വേവിച്ച് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വെന്തുണ്ട് ചെറുപയർ. അത് ഇതിൽ ഒക്കെ ശർക്കരയിൽ കിടന്നൊന്ന് നന്നായി വെള്ളയിച്ചെടുക്കാം. ഒക്കെ ശർക്കരയൊക്കെ നന്നായി വറ്റി അതിൽ പിടിക്കണം. നന്നായി വറ്റിയുണ്ട്. നമുക്കിനി കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് മിക്സാക്കി കൊടുക്കാം, ലെവലാക്കി. ഇനി നമുക്ക് പുറത്തത്തെ കോട്ടിങ്, ഒരു ബൗളിൽ 1 കപ്പ് മൈദ, ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണ് പഞ്ചസാര, 1 സ്പൂണ് അരിപ്പൊടി, വലിയ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒക്കെ കൂടി ഇട്ട് മിക്സാക്കി വെള്ളമൊഴിച്ച് കലക്കിയെടുക്കാം. ഈ മാവ് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചെറുപയറിൻ്റെ പണി നോക്കാം. ചെറുപയർ ചെറിയ റൗണ്ട് ബോളാക്കി ഉരുട്ടിയെടുക്കാം. ഞാൻ ഇവിടെ ചെറിയ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ആ ബോള് ആ മൈദയിൽ മുക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചിട്ട് നന്നായി ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ സുഗീൻ അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി സെർവ് ചെയ്യാം. ഇത് 4 മണി ചായയുടെ കൂടിയോ അല്ലാതെയും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ പഴമയുടെ രുചി വളരെ ടേസ്റ്റിയാണ്. ഏത് പലഹാരത്തിനേക്കാളും ഒട്ടും പിന്നിലല്ല. ഇഷ്ടമായാൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫ്രണ്ട്സ്.